അടുത്തത് നമുക്ക് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ റെസിസ്റ്റേഴ്സ് എന്നുള്ളതിലൊന്നും നമ്മൾ അതിൻ്റെ നോർമൽ ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് അതിന് സർക്യൂട്ട്സിലേക്ക് ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുക. അപ്പം റെസിസ്റ്റേഴ്സിൽ തുടങ്ങാം. റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് എന്നുള്ളതിൽ വരുന്നത് ബേസിക്കലി എന്താണ് റെസിസ്റ്റേഴ്സ് എന്നുള്ളത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റെസിസ്റ്റേഴ്സ് എന്നുള്ളത് ഒരു സർക്യൂട്ടിലുള്ള ഇലക്ട്രോൺ ഫ്ലോ അല്ലെങ്കിൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ആൻഡ് ദാറ്റ് ഇസ് എ പാസീവ് കമ്പോണൻറ്റ്, അതായത് പവർ കൺസ്യൂം ചെയ്യാണ് ചെയ്യുക, അല്ലാതെ നമുക്ക് പവർ അത് ഡെലിവർ ചെയ്യില്ല. അപ്പോൾ നമുക്കത് സർക്യൂട്ടിൽ ഒന്നെങ്കിൽ ഹോൾ മൗണ്ടഡ് ആയിട്ടോ സർഫസ് മൗണ്ടഡ് ആയിട്ടോ നമുക്കതിനെ പ്ലേസ് ചെയ്യാം. ഹോൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നോർമൽ പി സി ബികളിൽ പ്ലേസ് ചെയ്യുന്ന തരത്തിൽ, സർഫസ് മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് അതിന് ഒരു പെർട്ടിക്കുലർ പി സി ബി ലേഔട്ടിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടും. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെസിസ്റ്റേഴ്സിന് സർക്യൂട്ട്സിൽ അതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാവുന്ന റെസിസ്റ്റൻസിനെയാണ് അതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയാം. എങ്ങാനും കൂടുതൽ കറണ്ട് ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗ് കാരണം ആ റെസിസ്റ്റർ ചിലപ്പോൾ ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ ഓപ്പൺ സർക്യൂട്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് വിൽ ബിക്കം എൻ ഓപ്പൺ സർക്യൂട്ട്. ആൻഡ് ജനറലി ലാർജർ പവറുള്ള റെസിസ്റ്റേഴ്സിനൊക്കെ ലാർജർ സൈസസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ റൈറ്റ് സൈഡിലൊരു വാട്ടേജ് ആൻഡ് സൈസ് ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന 1/4 വാട്ട് റെസിസ്റ്ററും അല്ലെങ്കിൽ ഹാഫ് വാട്ട് റെസിസ്റ്ററുമാണ് ആദ്യമുള്ളത്. ആൻഡ് ദെൻ കുറച്ചുകൂടി ഒരു ഹയർ പവർ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ഒരു 5 വാട്ട് അല്ലെങ്കിൽ 10 വാട്ട് റെസിസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈസും പ്രൊപ്പോർഷണലി കൂടുന്നതായിട്ട് നമുക്കതിനകത്ത് കാണാം. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു നെറ്റ്വർക്കിലെ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. ആൻഡ് ദെൻ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഇസ് വി ക്യാൻ യൂസ് ദം ആസ് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൈക്രോ കൺട്രോളർ യൂണിറ്റ് എടുത്ത് അതിൻ്റെ ഒരു പിൻ ദാറ്റ് നീഡ്സ് ടു ബി അല്ല, ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ആൻ ആക്റ്റീവ് ലോ പിൻ. ഓക്കെ, ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്തേക്ക് ഒരു ലോ വാല്യൂ അല്ലെങ്കിൽ ഒരു ലോ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അത് ആക്ടിവേറ്റഡ് ആവാമെന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ഐ ക്യാൻ കണക്ട് ദാറ്റ് പിൻ ത്രൂ എ സ്വിച്ച് ടു ഗ്രൗണ്ട്, ഓക്കെ, ആൻഡ് ഞാൻ ആ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം ദാറ്റ് പിൻ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. ക്ലിയർ ആണോ? വെൻ ഐ ക്ലോസ് ദ സ്വിച്ച് അത് സീറോയിലേക്ക് പോകുന്നത് കാരണം അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആവുന്നത് കാരണം ആ പിൻ ആക്ടിവേറ്റഡ് ആവും. ബട്ട് ഞാൻ ആ സ്വിച്ച് ഓപ്പൺ ആക്കുമ്പം ആക്ച്വലി ഇപ്പം ഇഫ് ഐ ഹാവ് നോ ദിസ് കണക്ഷൻ, ഈ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ ഈ ഒരു സ്വിച്ച് ഓപ്പൺ ആവുമ്പം ഈ ഒരു പോയിൻ്റ് എന്നുള്ളത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് അവിടെ ആ ഒരു മൈക്രോ കൺട്രോളർ യൂണിറ്റിന് മനസ്സിലാവില്ല. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പം ദാറ്റ് വിൽ ഗെറ്റ് ഇറ്റ് ബിക്കോസ് അത് ഗ്രൗണ്ടഡ് ആവുകയാണ് ചെയ്യുക. ബട്ട് ഓപ്പൺ ചെയ്യുമ്പം മുകളിലേക്കുള്ള ഈ കണക്ഷൻ ഇല്ല എങ്കിൽ ആ ഒരു പിൻ എന്നുള്ളത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് മനസ്സിലാവാത്തൊരവസ്ഥ MCUവിന് വരും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് എ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റ്. സോ അങ്ങനത്തെ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റുകൾ വരാതിരിക്കാനായിട്ട് വാട്ട് വി വിൽ ഡു ഇസ് വി വിൽ യൂസ് എ റെസിസ്റ്റൻസ് ആൻഡ് ദെൻ കണക്ട് ദാറ്റ് പെർട്ടിക്കുലർ പിൻ ടു എ ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു VCC വാല്യൂ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ദാറ്റ് മൈക്രോ കൺട്രോളർ. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വിച്ച് ഓപ്പൺ ആക്കിയാലും ദാറ്റ് പെർട്ടിക്കുലർ പിൻ വിൽ റിമെയിൻ ഇൻ എ ഹൈ വാല്യൂ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ റെസിസ്റ്റൻസ്. ഡൺ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സിനെ നമ്മൾ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ആ പിൻ എന്നുള്ളതൊരു ഹൈ വാല്യൂവിൽ നിലനിർത്താനുള്ള റെസിസ്റ്റേഴ്സിനെ നമ്മൾ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ റെസിസ്റ്റേഴ്സിനെ പറ്റി. ബാക്കി അതിൻ്റെ സീരീസ് പാരലൽ കണക്ഷനും വോൾട്ടേജ് ഡിവിഷനും കറണ്ട് ഡിവിഷനും എല്ലാം നമ്മൾ നോക്കിയതാണ്. ആൻഡ് ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാസീവ് കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ എന്നുള്ളത് അഗെയിൻ ദാറ്റ് ഇസ് എ പാസീവ് ഡിവൈസ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോർ ചാർജസ്. ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് അതിൻ്റെ എബിലിറ്റി ടു സ്റ്റോർ ചാർജസ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് അതിൻ്റെ എത്രത്തോളം അതിനെ ചാർജ് ശേഖരിച്ച് വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന മെഷർമെൻറ്റ്.
അപ്പം എന്താണ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചാൽ കപ്പാസിറ്റൻസ് ഇസ് ദി എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഒരു ബേസിക് കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം പോലെ ഇറ്റ് വിൽ ഹാവ് ടു കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ എ ഡയലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ. സോ ഇഫ് യു അപ്ലൈ എ പൊട്ടൻഷ്യൽ അക്രോസ് ദ കണ്ടക്ടിങ് പ്ലേറ്റ്സ്, സേ ഇവിടെ കുറേ പോസിറ്റീവ് ചാർജസ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ഇവിടെ കുറേ നെഗറ്റീവ് ചാർജസും വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ they will get attracted and the dielectric medium will prevent them from joining each other അല്ലെങ്കിൽ recombining each other, and hence even if you remove the potential applied, ആ ചാർജസ് അവിടെ അതേപോലെ തന്നെ നിൽക്കും, and that is why a capacitor can store charges. So നമ്മളിപ്പം എത്ര ചാർജ് ഉപയോഗിച്ചാലാണ് നമുക്കൊരു യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കപ്പാസിറ്റൻസ് എന്നുള്ളതിൻ്റെ definition എന്ന് പറഞ്ഞാൽ. Alright, so the amount of charges required to create a unit potential difference between the plates of a capacitor. And as we know, ഒരു കപ്പാസിറ്റർ എന്നുള്ളതിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ that is directly proportional to the voltage applied. Okay, if you apply more voltage, more charges will get accumulated on the plates. And ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാനായിട്ടാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്നുള്ള ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അവിടെ കൊണ്ടുവരുന്നത്. Q is equal to CV എന്നുള്ള കോമൺലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ആൻഡ് ഫ്രം ദാറ്റ് കപ്പാസിറ്റൻസ് C is equal to Q by V അല്ലെങ്കിൽ ചാർജ് ബൈ അപ്ലൈഡ് വോൾട്ടേജ്. ഇറ്റ്സ് യൂണിറ്റ് ഇസ് മെഷേർഡ് ഇൻ ഫാരഡ്. അപ്പം ഫാരഡ് എന്നുള്ളതൊക്കെ വളരെ ഹൈ ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. സോ ജനറലി നമ്മൾ കാണുന്ന കപ്പാസിറ്റേഴ്സിനൊക്കെ മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ നാനോ ഫാരഡ് യൂണിറ്റുകളിലെ കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടാവുള്ളൂ. And then we will see a common parallel plate capacitor and its capacitance value. Normally നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് തിൻ ഷീറ്റ് ഓഫ് മെറ്റൽസ് നമ്മൾ ഇതേപോലെ പാരലലി വെക്കും, വിച്ച് ഇസ് ഷോൺ ഇൻ ദാറ്റ് ഗ്രീൻ ഷെയ്ഡ്, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി എ ഡയലക്ട്രിക് മീഡിയം. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം ആ പ്ലേറ്റ്സിനെ അക്രോസ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ചാർജസ് ഒരു പ്ലേറ്റിലും നെഗറ്റീവ് ചാർജസ് അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലേറ്റിലും വന്നത് അക്യുമുലേറ്റഡ് ആവും. ആൻഡ് ഇഫ് യു മെയിൻറ്റെയിൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആസ് എ വെരി സ്മോൾ വാല്യൂ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വെരി സ്മോൾ മെഷർമെൻറ്റ്, ആൻഡ് ദെൻ ഈ പോസിറ്റീവ് ചാർജസ് എന്നുള്ളത് ഈ നെഗറ്റീവ് ചാർജസിനെയും ആൻഡ് വൈസ് വേഴ്സ അതവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും എങ്ങനെയെങ്കിലും. സോ ഈവൻ ഇഫ് യു റിമൂവ് ദ വോൾട്ടേജ്, സ്റ്റിൽ ദോസ് ചാർജസ് വിൽ exist on those plates. Done. And the electric field between them, ആ ഒരു രണ്ട് ചാർജസിനെയും ഓപ്പോസിറ്റ് പൊളാരിറ്റി ചാർജസിനെയും പിടിച്ചു നിർത്തുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് ആ ഒരു ഡയലക്ട്രിക് മീഡിയത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് കപ്പാസിറ്റർ ആ ചാർജസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ഏരിയ ഓഫ് ദ മെറ്റലിക് പ്ലേറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ആൻഡ് a quantity called permittivity. Okay, you can define, like you can write an equation for capacitance C as C is equal to epsilon A by D, where epsilon is permittivity. Permittivity എന്നുള്ളത് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ എത്രത്തോളം നമുക്ക് പോളറൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് ബൈ അപ്ലൈയിങ് an electric field. A is the area of the plates and D is the distance between the plates. So understand that capacitance is directly proportional to area of the plates and inversely proportional to distance between the plates. And epsilon എന്നുള്ളതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിനെ epsilon 0 into epsilon r എന്നാക്കാം, where epsilon 0 is permittivity of free space and epsilon r is relative permittivity multiplied by A by D. So permittivity of free space എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ പഠിച്ചു വയ്ക്കുക, that is 8.85 into 10 raised to minus 12 ഫാരഡ് പെർ മീറ്റർ. അതിൻ്റെ യൂണിറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിറ്റിവിറ്റി എന്നുള്ളതിൻ്റെ ഫാരഡ് പെർ മീറ്റർ എന്നുള്ളതാണ് പെർമിറ്റിവിറ്റി. അഗെയിൻ ഞാൻ പറയുന്നത് പെർമിറ്റിവിറ്റി എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിനെ പോളറൈസ്ഡ് ആവാനുള്ള എബിലിറ്റിയാണ് വെൻ യു അപ്ലൈ എ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ളത് ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് യുവർ പെർമിറ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ വിത്ത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. And epsilon r for free space is equal to 1. Epsilon r for free space is equal to 1. ആ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു വയ്ക്കുക. For free space permittivity is 8.85 into 10 raised to minus 12 farad per meter and its relative permittivity is equal to 1. And
ലാസ്റ്റ് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കപ്പാസിറ്റർ സ്റ്റോഴ്സ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. And the next thing is dielectric strength. So we know that ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, this is a very important equation, E is equal to V by D, voltage by distance, that gives you the electric field intensity. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാരലൽ പ്ലേറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ഒരു ഡയലക്ട്രിക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലസ് ചാർജസും അതേപോലെ മൈനസ് ചാർജസും വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഡ്യൂ ടു ദാറ്റ് അക്യുമുലേഷൻ ആ ഡയലക്ട്രിക് മീഡിയത്തിനകത്തുള്ള അയോൺസിനൊക്കെ ഇത്തരത്തിലുള്ളൊരു പൊളാരിറ്റി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, its plus charge will get attracted to, like will get aligned to negative direction, and minus charges will get aligned to plus direction, right? കാരണം എന്താ വെച്ചാൽ വി നോ ദാറ്റ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്റ്റഡ് ആവുക. ആൻഡ് ഈ ഒരു എബിലിറ്റിയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുകയും ചെയ്യുക. ആൻഡ് സി ഇഫ് ദി അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇസ് വെരി ഹ്യൂജ്, ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരികയും ഈ ഓരോ അയോൺസിനും അകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡിറ്റാച്ച്ഡ് ആവും ചെയ്യും. നോട്ട് അയോൺ, സോറി, ഓരോ മോളിക്യൂൾസിനെ അകത്തുള്ള അയോൺസ് എന്നുള്ളത് ഡിറ്റാച്ച്ഡ് ആവും, സോറി, ഇലക്ട്രോൺസ് ഡിറ്റാച്ച്ഡ് ആവും. സോ ഇലക്ട്രോൺസ് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ മോളിക്യൂളും അതിൻ്റെ അയണിക് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. ഇലക്ട്രോൺസ് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് മെറ്റീരിയൽ, റൈറ്റ്? ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് മെറ്റീരിയൽ. സോ ഈ കറണ്ട് ഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റൻസ് ഉള്ളത് അവിടെ നഷ്ടപ്പെടും, റൈറ്റ്? കാരണം നമുക്കിവിടെ ചാർജ് സ്റ്റോർഡ് ആയിട്ട് നിൽക്കുകയാണ് വേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് പാസ് ത്രൂ ദ മെറ്റീരിയൽ. ഇഫ് ഇറ്റ് പാസസ് ത്രൂ ദ മെറ്റീരിയൽ ദെൻ ഇറ്റ് ഇസ് സിംപ്ലി ലൈക്ക് എ കണ്ടക്ടർ. സോ എബിലിറ്റി ഓഫ് ദാറ്റ് ഡയലക്ട്രിക് ടു വിത്ത്സ്റ്റാൻഡ് a particular voltage without breakdown is called its dielectric strength. Very important. Dielectric strength എന്താണെന്നുള്ളത്, its unit is kilovolt per centimeter. Okay, എത്ര വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ സെൻറ്റിമീറ്ററിനകത്ത് അതിന് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ആ കിലോ വോൾട്ട് യൂണിറ്റ് ചൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം മിക്ക മെറ്റീരിയൽസിനും ആ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നുള്ളത് അത്യാവശ്യം വലിയ വാല്യൂസ് ആണ് വരിക. Next we will learn capacitor charging and discharging by considering the voltage across the capacitor. So as the diagram shows, let the y-axis hold the value of the voltage and x-axis hold the value of time. And blue line ആണ് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് വോൾട്ടേജ് കാണിക്കുന്നത്. As you can see, when you connect an external source across the capacitor, പതുക്കെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് that will reach the maximum level. Okay, so it is not a linear increase or a sharp increase, it slowly increases to its maximum value. And അതേപോലെ if you disconnect that source and allow that particular capacitor to discharge through a resistance or some kind of load, so ആ മാക്സിമം ഉണ്ടായിരുന്ന വോൾട്ടേജ് പതുക്കെ കുറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് that will reach the lowest value or the minimum value, which is almost equal to 0. And you should understand that fully charged ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയായിരിക്കും ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ആൻഡ് ദെൻ വി വിൽ സീ കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ബൈ കൺസിഡറിങ് ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. സോ ഓൺ ദ വൈ ആക്സിസ് വി ഹാവ് കറണ്ട്, ഓൺ എക്സ് ആക്സിസ് വി ഹാവ് ടൈം. സോ ചാർജ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കറണ്ട് ഉള്ളത് ഡിക്രീസ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുക. സോ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ യു കണക്ട് യുവർ സോഴ്സ് ടു ദ കപ്പാസിറ്റർ, ആ ഇൻസ്റ്റൻറ്റിൽ മാക്സിമം കറണ്ട് ആയിരിക്കും ആ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുക. ആൻഡ് ആസ് ഇറ്റ് ഗെറ്റ്സ് ചാർജ്ഡ് സ്ലോലി വാട്ട് ഹാപ്പൻസ്, ആ കറണ്ട് ഫ്ലോ കുറഞ്ഞ് ദാറ്റ് വിൽ ഗോ ടു സീറോ. അതേപോലെ ഡിസ്ചാർജ് ചെയ്യുമ്പം as we disconnect the battery and connect that capacitor to a load, ഇനീഷ്യൽ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്യുക, റൈറ്റ്? കാരണം നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്ററിന് കിട്ടുന്ന പൊളാരിറ്റി നേരെ തിരിഞ്ഞാണ് പിന്നീട് അത് ഡിസ്ചാർജിങ്ങിലേക്ക് വരുമ്പം കിട്ടുക. സോ ഒരു നെഗറ്റീവ് ഹൈ വാല്യൂവിൽ നിന്നും കുറഞ്ഞ് ദാറ്റ് വിൽ ഡിസ്ചാർജ് ആൻഡ് കം ടു സീറോ. ഓക്കെ,
സോ ചാർജ് ചെയ്ത് മാക്സിമം എത്തുമ്പോഴും അതേപോലെ ഡിസ്ചാർജ് ചെയ്ത് കംപ്ലീറ്റ്ലി കഴിയുമ്പോഴും കറണ്ട് വാല്യൂ എന്നുള്ളത് സെയിം ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? കറണ്ട് എന്നുള്ളത് എപ്പോഴും ഡിക്രീസ് ചെയ്ത് സീറോയിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ ചാർജിങ് കറണ്ട് ഡിക്രീസസ് ടു സീറോ വെൻ ഫുള്ളി ചാർജ്ഡ് ആൻഡ് ഡിസ്ചാർജ് ഹാപ്പൻസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ വെൻ ഇറ്റ് ഈസ് ഡിസ്ചാർജിങ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ജസ്റ്റ് ലൈക്ക് നമ്മൾ റെസിസ്റ്റേഴ്സിൽ പഠിച്ച പോലെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലലും. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റേഴ്സിൻ്റെ നേരെ ഇൻവേഴ്സ് ബിഹേവിയറാണ് സീരീസിലും പാരലലും ഇവിടെ നമുക്ക് കപ്പാസിറ്റേഴ്സ് തരിക. നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഉള്ളത് നമ്മൾ റെസിസ്റ്റർ പാരലലി കണക്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് 1/C ടോട്ടൽ ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ആൻഡ് അതേപോലെ ഒരേപോലത്തെ എൻ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ്, ഒരേപോലത്തെ എൻ കപ്പാസിറ്റൻസ് സീരീസിൽ അങ്ങനെ കണക്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ബൈ C/N, ദ ഇക്വേഷൻ C/N. ആൻഡ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇക്വലൻ്റ് ടു റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അതിൻ്റെ അതേ ഇക്വേഷനാണ് വരിക. ഓക്കെ, ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഈക്വൽ ടു C1 പ്ലസ് C2, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടലാണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ. അതേപോലെ N ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇക്വലൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു C. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് റെസിസ്റ്റേഴ്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. And then again just like we learned resistors in circuits, അതിൻ്റെ വോൾട്ടേജ് ഡിവിഷനും കറണ്ട് ഡിവിഷനും അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ ഇൻ സീരീസും കറണ്ട് ഡിവിഷൻ ഇൻ പാരലും ആണ് നമുക്ക് കപ്പാസിറ്റേഴ്സിലും ഇനി നോക്കാനുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ സേ ഇഫ് യു ആർ കണക്ടിങ് 3 കപ്പാസിറ്റേഴ്സ് C1, C2 ആൻഡ് C3 ഇൻ സീരീസ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, നമുക്കറിയാം റെസിസ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് സെയിം, അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദ റെസിസ്റ്റേഴ്സ് സെയിം എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഇവിടെ നമുക്ക് പറയാൻ പറ്റുക ദ ചാർജസ് ഗെയിൻ ബൈ ഓൾ ദ കപ്പാസിറ്റേഴ്സ് ആർ ദ സെയിം. ഓക്കെ, ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റൻസ് ഇസ് ദ സെയിം, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി നോ ദാറ്റ് Q is equal to CV by our standard equation for capacitance. Q is equal to CV. ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചാർജ് അക്വയർഡ് ബൈ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ വോൾട്ടേജ്. അതായത് വോൾട്ടേജ് എന്നുള്ളത് 3 കപ്പാസിറ്റർ എന്ന രീതിയിൽ നോക്കിക്കാണുന്നതിന് പകരം ഒരു ടോട്ടൽ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സിംഗിൾ കപ്പാസിറ്റൻസേ കാണുള്ളൂ. ആൻഡ് ആ സിംഗിൾ കപ്പാസിറ്റൻസിലേക്കുള്ള ചാർജാണ് ആ വോൾട്ടേജ് സപ്ലൈ കൊടുക്കുക. ഓക്കെ, സോ Q is equal to C equivalent into V എന്നുള്ളതിൽ നിന്നും യു ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് ദ ചാർജ് സപ്ലൈ ടു ഈച്ച് കപ്പാസിറ്റർ. ആൻഡ് ആ Q എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് V1, V2 ആൻഡ് V3 ബൈ ദ ഇക്വേഷൻ V1 is equal to Q by C1, V2 is equal to Q by C2 and V3 is equal to Q by C3, because you know the value of Q and you will know the value of your capacitance. And again ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വോൾട്ടേജസ് അക്രോസ് ദ കപ്പാസിറ്റേഴ്സ്. ലാസ്റ്റ് ടൈം ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു പി എസ് സി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് ഇലക്ട്രിക്കൽ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. സോ ഇഫ് C1 ഇസ് 3 ഫാരഡ്, C2 ഇസ് 6 ഫാരഡ് ആൻഡ് V1 ഇസ് 4 വോൾട്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് V. അതായത് സപ്ലൈ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. C1 അക്രോസ് ഉള്ള വോൾട്ടേജും അതേപോലെ C1ൻ്റെ കപ്പാസിറ്റൻസും തന്നിട്ടുണ്ട്, C2യുടെ കപ്പാസിറ്റൻസും തന്നിട്ടുണ്ട്. സോ ഹൗ ടു ഫൈൻഡ് ദാറ്റ്, അത് നേരത്തെ പറഞ്ഞ ആ ഒരു ലോജിക് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ് നമുക്ക് C1 അക്രോസ് ഉള്ള അല്ലെങ്കിൽ C1 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് എത്രയാണെന്ന് നോക്കണം. ഓക്കെ, ബിക്കോസ് വി നോ ദ വാല്യൂ ഓഫ് C1 ആൻഡ് V1. സോ Q is equal to CV എന്നുള്ള ഇക്വേഷൻ വഴി വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ചാർജ് സ്റ്റോർഡ് ഇൻ C1. സോ അത് നമുക്ക് കിട്ടും. സോ Q is equal to 3 into 4 എന്നുള്ള എക്സ്പ്രഷനിലൂടെ നമുക്ക് 12 കൂളുംബാണ് ചാർജ് എന്നുള്ളത് കിട്ടും. ബിക്കോസ് വി നോ C1 is equal to 3 and V1 is equal to 4. That is given in the problem. Done. So charge stored by C1 is 12 coulomb. And ആ ഒരു ഹിൻറ്റ് മതി നമുക്ക് ചാർജ് സ്റ്റോർഡ് ഓൺ C2 കിട്ടാൻ, ബിക്കോസ് സീരീസ് കണക്ഷനിൽ ചാർജ് സ്റ്റോർഡ് വിൽ ബി ദ സെയിം. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് V2 അല്ലെങ്കിൽ വോൾട്ടേജ് across C2 by the equation V2 is equal to Q by C2, right? Because Q is the same. So 12 by 6 equal to
2 വോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ V1 എന്നുള്ളത് 4 വോൾട്ടും V2 എന്നുള്ളത് 2 വോൾട്ടുമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. സോ ഡെഫിനറ്റ്ലി ടോട്ടൽ വോൾട്ടേജ് എന്നുള്ളത് ദാറ്റ് ഈസ് V1 പ്ലസ് V2 which is equal to 4 plus 2 which is equal to 6 volts. And then capacitors in parallel. ഇവിടെ നമുക്കറിയാം പാരലൽ കണക്ഷൻ ആകുമ്പം വോൾട്ടേജ് എന്നുള്ളത് എല്ലാത്തിനും അക്രോസ് സെയിം ആയിരിക്കും. ഡൺ. ഇവിടെ ചാർജസ് സെയിം അല്ല, ചാർജസ് എന്നുള്ളത് ഡിഫറെൻ്റ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ കപ്പാസിറ്റേഴ്സിലേക്കും കിട്ടുക. ആൻഡ് ദാറ്റ് ഡിവിഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ഇക്വേഷൻ Q is equal to CV. ഓക്കെ, സോ ഫോർ ഈച്ച് കപ്പാസിറ്റർ Q1 എന്നുള്ളത് അതിൻ്റെ കപ്പാസിറ്റീവ് വാല്യൂം വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ Q1 is equal to C1 into 1, Q2 is equal to C2 into V, and Q3 is equal to C3 into V. ആൻഡ് ഇനി നമുക്ക് രണ്ട് ജോയിൻറ്റ് കപ്പാസിറ്റേഴ്സ് വരുമ്പം എന്താണ് അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് വാല്യൂ, എന്താണ് അതിൻ്റെ ചാർജസിന് സംഭവിക്കുക എന്നുള്ളതെല്ലാം നോക്കാം. So consider two capacitors, okay, say C1 which is charged to Q1 and C2 which is charged to Q2. Right? And let V1 be the drop across C1 and V2 be the drop across C2. ഇനി ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ വഴി, ഒരു സ്വിച്ച് വഴി അതിനെ യോജിപ്പിച്ച് വെക്കുകയാണ്. ഓക്കെ, and you are closing the switch. So when the switch is closed, as we know, അവിടെ ഒരു ചാർജ് ഇംബാലൻസ് ഉള്ളത് കാരണം, ഓക്കെ, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇംബാലൻസ് ഉള്ളത് കാരണം തീർച്ചയായിട്ടും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചാർജ് ഫ്ലോ ഉണ്ടാവും. ആൻഡ് ആ ചാർജ് ഫ്ലോ എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവസാനിക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ഇസ് എ ടൈം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കപ്പാസിറ്റൻസിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് സെയിം ആയി മാറുന്ന ആ ഒരു മൊമെൻറ്റിലായിരിക്കും. ആൻഡ് ദിസ് ഇസ് കോൾഡ് കോമൺ പൊട്ടൻഷ്യൽ. ഓക്കെ, ദ ചാർജ് ഫ്ലോ വിൽ ഹാപ്പൻ അൺടിൽ both the capacitors will have same potential difference across them, and that particular potential difference is called common potential. And at common potential, our voltage V is equal to total charge divided by total capacitance, അതായത് Q1 plus Q2 divided by C1 plus C2. ആൻഡ് V is equal to, നമ്മൾ ആ Q എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ CV ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ C1 V1 plus C2 V2 by C1 plus C2 എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആ റെഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന ടോട്ടൽ ചാർജ്, ഓക്കെ, ടോട്ടൽ ചാർജ് എന്നുള്ളത് നമ്മൾ ഈ തരത്തിൽ രണ്ടും കണക്ട് ചെയ്യുന്നതിന് മുന്നേയും കണക്ട് ചെയ്തതിന് ശേഷവും ഒരേ വാല്യൂ ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ബിക്കോസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, വി ആർ നോട്ട് ലൂസിങ് ചാർജ് എനിവെയർ, ബട്ട് ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് among C1 and C2. And again, one more equation after acquiring a common potential, ratio of charges will be equal to ratio of capacitances. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Q1 by Q2 will be equal to C1 by C2. And then time constant എന്നുള്ള concept. Okay, time constant is the time required for the capacitor voltage to reach 63.2% of its final steady state value, അല്ലെങ്കിൽ 0.632 of its final steady state value. See, as you can see in the circuit, if I connect a capacitance, okay, with a voltage source through a resistance and a switch, right? ഞാൻ ആ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആസ് യു നോ, നമുക്ക് അതിൻ്റെ വോൾട്ടേജ് അതിൻ്റെ ഫുൾ വാല്യൂവിൽ എത്താൻ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടേജ് ഫുൾ വാല്യൂവിൽ എത്താൻ കുറച്ച് സമയം വേണം. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ് ഇൻക്രീസ് സ്റ്റഡിലി ബട്ട് സ്ലോലി ടു എ മാക്സിമം വാല്യൂ. സോ ഈ ഒരു സമയത്തിനാണ് അതിൻ്റെ ട്രാൻസിയൻ ക്യാര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിയൻ ടൈം എന്ന് പറയുന്നത്, സ്ലോ റെസ്പോൺസ് ടു ബിക്കം മാക്സിമം വാല്യൂ. ഓക്കെ, സോ ഈ ഒരു റെസ്പോൺസ് കേർവിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പതുക്കെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവുന്ന ആ ഒരു കേർവിൽ, അപ്പം എപ്പോഴാണോ നമ്മുടെ ആ വോൾട്ടേജ് എന്നുള്ളത് അതിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ 63.2% അല്ലെങ്കിൽ 0.632 എന്നുള്ള വാല്യൂവിലേക്ക് എത്തുന്നത്, ആ ഒരു ടൈമിനെയാണ് നമ്മൾ അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുക. ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ, ടോ എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ടൈം കോൺസ്റ്റൻ്റ് കൊടുക്കുക. ആൻഡ് ടോ ഇസ് ഈക്വൽ ടു RC. വെരി ഇമ്പോർട്ടൻറ്റ്, ടോ ഇസ് ഈക്വൽ ടു RC ഇൻ കേസ് ഓഫ് എ കപ്പാസിറ്റർ. അതല്ലെങ്കിൽ ആസ് വി നോ, നമുക്ക് വോൾട്ടേജ് ചാർജിങ് സമയത്ത് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ
കറണ്ട് എന്നുള്ളത് ചാർജിങ് സമയത്ത് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ അതിൻ്റെ ഡെഫിനിഷന് വേണ്ടി വേണമെങ്കിൽ കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് എ ടൈം ടേക്കൺ ബൈ ചാർജിങ് കറണ്ട് ടു fall to 37% of its initial maximum value അല്ലെങ്കിൽ 0.37 of its initial maximum value. ആൻഡ് ദെൻ ഒരു ചെറിയൊരു കാര്യം കൂടി, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നുള്ളത് ഉപയോഗിച്ച് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ആ എനർജി സ്റ്റോർ ചെയ്തതിൻ്റെ വാല്യൂ എന്നുള്ളത് E = ½ CV² എന്നുള്ള ഇക്വേഷൻ വഴി നമുക്ക് കിട്ടും. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഇസ് ജൂൾസ്. നോർമലി എനർജി യൂണിറ്റ് എന്നുള്ളത് ജൂൾസിലായിരിക്കും. ആൻഡ് C എന്നുള്ളതിന് നമുക്കറിയാവുന്ന വേറെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിതിനെ 2-3 തരത്തിലേക്ക് മാറ്റാം. Q²/2C എന്നുള്ള ഫോമിലേക്കൊക്കെ നമുക്കിതിനെ മാറ്റാം. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് ബേസ് ഇക്വേഷൻ, E = ½ CV². ആൻഡ് ദെൻ കപ്പാസിറ്റൻസ് ഇൻ AC സർക്യൂട്ട്സ്. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് കപ്പാസിറ്റൻസ് എന്നുള്ളത് ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ പാസ് ചെയ്യും എന്നുള്ളതൊക്കെ. ഓക്കെ, ഡി സിയെ ബ്ലോക്ക് ചെയ്യും ഇൻ ദ സെൻസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ദ ടൈം ടിൽ ദ കപ്പാസിറ്റർ എസ്റ്റാബ്ലിഷ് മാക്സിമം വോൾട്ടേജ്, ആ ഒരു സമയം വരെ ആക്ച്വലി കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് ശേഷമാണ് ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുക. ആൻഡ് എ സി കറണ്ട് ഇറ്റ് വിൽ പാസ് ഇറ്റ് കണ്ടിന്യൂസ്ലി, കാരണം കണ്ടിന്യൂസ്ലി അതിൻ്റെ പ്ലേറ്റ്സിലുള്ള പൊളാരിറ്റി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓൾമോസ്റ്റ് അത് പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ പോകുന്ന രീതിയിലുള്ളൊരു എഫക്റ്റ് ആ കപ്പാസിറ്റൻസ് നമുക്ക് തരും. സോ ദാറ്റ് ഇസ് വൈ വി സേ ഇറ്റ് വിൽ പാസ് എ സി സിഗ്നൽസ്. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഒരു കപ്പാസിറ്റർ എന്നുള്ളത് അതിന് അക്രോസ് സഡൻ വേരിയേഷൻസ് ഇൻ വോൾട്ടേജ് സമ്മതിക്കില്ല. ഓക്കെ, ആസ് വി നോ, നമ്മൾ പെട്ടെന്നൊരു ബാറ്ററി അല്ലെങ്കിൽ പെട്ടെന്നൊരു സോഴ്സ് കപ്പാസിറ്ററിന് അക്രോസ് കണക്ട് ചെയ്താലും അതിൻ്റെ വോൾട്ടേജ് എന്നുള്ളത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്തുള്ളൂ. അതേപോലെ ആ ബാറ്ററി റിമൂവ് ചെയ്താലും ഇഫ് യു അലൗ ടു ഡിസ്ചാർജ്, അപ്പോഴും കപ്പാസിറ്റർ വോൾട്ടേജ് എന്നുള്ളത് പതുക്കെ ഡിക്രീസ് ചെയ്ത് അതിൻ്റെ മിനിമം വാല്യൂയിലേക്ക് പോവുകയുള്ളൂ. സോ ഇറ്റ് വിൽ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്, റൈറ്റ്, ഓർ ഇറ്റ് വിൽ റെസ്ട്രിക്ട് സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്. സോ ഈ ഒരു റീസൺ കാരണമാണ് നമുക്ക് അത് ചില സിഗ്നൽസ് ഒക്കെ സ്മൂത്തൻ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഡി സി സിഗ്നലിൽ റിപ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആസ് ഐ ഹാവ് ഷോൺ ഇൻ ദ ഫിഗർ, യു ക്യാൻ സീ ദാറ്റ് നമ്മളൊരു വേരിയിങ് ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പിൾസ് ഒക്കെ മാറി, അല്ലെങ്കിൽ ഹൈ പീക്സും ലോ പീക്സ് ഒക്കെ മാറി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള കറണ്ടായിട്ട് നമുക്ക് കപ്പാസിറ്റർ തിരിച്ചു തരും. ആൻഡ് ഇൻ എൻ AC circuit, the current through the capacitor I is given by C dV/dt. Current is equal to capacitance multiplied by rate of change of voltage. Important ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. And then again AC circuitലുള്ള capacitive reactance. So when AC signals are applied to the capacitor, വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നത് കാരണം, ഓക്കെ, അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസ്ചാർജ് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. സോ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്ന ഫിനോമിനനെ അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ഉള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യും. ഈ റെസിസ്റ്റ് ചെയ്യുന്ന ഫിനോമിനനെയാണ് അതിൻ്റെ റിയാക്റ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ അൺലൈക്ക് ആർ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് അവർ റെസിസ്റ്റേഴ്സ് വിച്ച് ഹാസ് എ ഫിക്സഡ് വാല്യൂ. അതായത് അത് വേറെ ഇപ്പം നോർമൽ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഒന്നും വെച്ച് മാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റിയാക്റ്റൻസ് എന്നുള്ളത് ദാറ്റ് ചേഞ്ചസ് വിത്ത് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഒരു കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ചേഞ്ച് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC is equal to 1/2π FC. ഇമ്പോർട്ടൻ്റ് ആണ്, X is equal to 1/2π FC. So if you increase the frequency, reactance will decrease. And if you decrease the frequency, reactance will increase. And its unit is ohm. Like resistance, അതിൻ്റെ യൂണിറ്റ് എന്നുള്ളത് ഓം തന്നെയാണ്. And then we will learn about inductors. അപ്പം അത്രയാണ് അതിൻ്റെ കപ്പാസിറ്റേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് AC സർക്യൂട്ട്സിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇൻഡക്റ്റേഴ്സിലേക്ക് നോക്കാം. അപ്പം ഇൻഡക്റ്റേഴ്സും പാസീവ് കമ്പോണൻസ് തന്നെയാണ്. ഓക്കെ, അതൊരു തരത്തിൽ പറഞ്ഞാൽ അതിനും എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കപ്പാസിറ്റേഴ്സിൻ്റെ പോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലല്ല, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ് ഇൻഡക്റ്റേഴ്സ് എനർജി സ്റ്റോർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇൻഡക്ടർ എന്നുള്ളതിന്
ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽസോ ഒന്നും വേണ്ട. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോയിൽ ഓഫ് എ കണ്ടക്ടിങ് മെറ്റീരിയൽ. ആൻഡ് ഇൻഡക്റ്റൻസ് എന്നുള്ളതിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ L is equal to mu n square A by L, where mu is the permeability. ഓക്കെ, അവിടെ പെർമിറ്റിവിറ്റി എന്നുള്ളത് ഒരു മെറ്റീരിയലിന് അതിനകത്ത് പൊളാരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എബിലിറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെറ്റീരിയൽ എന്നുള്ളത് മാഗ്നറ്റൈസ് ആവാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള എബിലിറ്റിയാണ് മ്യൂ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി. ആൻഡ് n is the number of turns of the coil, A is the area encircled by the coil, and L is the length of the coil. So L is equal to mu n square A by L. Unit of inductance is Henry. ആൻഡ് വർക്കിംഗ്, ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് നോക്കാം. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് അറൗണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു വയർ ഇതേപോലെ ഒരു കോയിൽ രൂപത്തിൽ നമ്മളതിനെ മാറ്റിയിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ബിക്കോസ് ആസ് വി ഹാവ് സീൻ ഇൻ ദ പ്രീവിയസ് ക്ലാസ്, നമുക്ക് ആ കോയിലിൻ്റെ ഓരോരോ ഭാഗത്തുമുള്ള മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻഡ് ആയിട്ട് യു വിൽ ഗെറ്റ് എ ടോട്ടൽ ഓഫ് എ ലാർജർ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ആ കോയിലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നോട്ട് ജസ്റ്റ് ലൈക്ക് എ നോർമൽ കണ്ടക്ടർ, അത് വളരെ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ബട്ട് ഇൻ കേസ് ഓഫ് എ കോയിൽ ദാറ്റ് ഈസ് എ ലാർജർ മാഗ്നറ്റിക് ഫീൽഡ്. See, and the induced field will produce an induced current. ഓക്കെ, കാരണം ആ ഫീൽഡ് എന്നുള്ളത് എങ്ങാനും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചെറിയ തരത്തിലൊന്നെങ്കിൽ കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ട്രൈ ടു ഒപ്പോസ് ദ അപ്ലൈഡ് കറണ്ട് അല്ലെങ്കിൽ അപ്ലൈഡ് കറണ്ട്. സോ ഇവിടെ കപ്പാസിറ്ററിൻ്റെ എതിരായിട്ട് ഇൻഡക്ടർ എന്നുള്ളത് സഡൻ കറണ്ട് ചേഞ്ചസ് ആണ് അതിനെ അക്രോസ് അലൗ ചെയ്യാത്തത്. ഓക്കെ, സോ ഇത് കറണ്ട് ചേഞ്ചസ് ആ ഒരൊറ്റ ചേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ചേഞ്ചിനകത്ത് തന്നെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ആവും. ഉടനെ തന്നെ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്ത് വേറൊരു ഇൻഡ്യൂസ് കറണ്ട് ആ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ് ആൻഡ് ഇൻഡക്ടേഴ്സ് ഇൻ പാരലൽ. ഇവിടെ ഇൻഡക്ടേഴ്സ് ഉള്ളത് ഫോളോ ചെയ്യുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ റൂൾ തന്നെയാണ്. സോ സീരീസിൽ വരുമ്പം ദേ വിൽ ഗെറ്റ് ആഡഡ് അപ്പ്, ആൻഡ് പാരലലിൽ വരുമ്പം അതിൻ്റെ റെസിപ്രോക്കൽ വിൽ ബി ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസസ്. ആൻഡ് ഇൻഡക്ടർ ഇൻ DC സർക്യൂട്ട്, കപ്പാസിറ്ററിൻ്റെ പോലെ ഒരു ചാർജിങ് ബിഹേവിയർ അല്ല ഇൻഡക്ടറിനുള്ളത്, അല്ലെങ്കിൽ ഒരു എനർജി സ്റ്റോറേജ് ബിഹേവിയർ അല്ല ഇൻഡക്ടറിനുള്ളത്. ഇറ്റ് ഇസ് quite different. And we also get the equation for voltage across the inductor. Vs is equal to L di by dt. Voltage എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്നുള്ള രീതിയിലാണ് കിട്ടുക. സോ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. സോ ആസ് എ ഷോൺ ഇൻ ദ ഫിഗർ, ഒരു വോൾട്ടേജ് സോഴ്സ് ഒരു ഇൻഡക്ടറിലേക്ക് ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്വിച്ച് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഗ്രാഫിക്കലി സപ്ലൈ വോൾട്ടേജും ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടും ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജുമാണ് അത് കാണിച്ചിരിക്കുന്നത്. സോ ഇഫ് ഐ ക്ലോസ് എ സ്വിച്ച്, മൈ സപ്ലൈ വോൾട്ടേജ് വിൽ സഡൻലി ഗോ ടു എ വെരി ഹൈ വാല്യൂ, അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദാറ്റ് ഇൻഡക്ടർ വിൽ ഗോ ടു എ വെരി ഹൈ വാല്യൂ. ബട്ട് ഹൈ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈ പൊട്ടൻഷ്യൽ നമ്മളതിനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കറണ്ട് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാൻ ഇൻഡക്ടർ സമ്മതിക്കില്ല. ഓക്കെ, ദാറ്റ് വിൽ സ്റ്റിൽ ബി എ ലോ വാല്യൂ and it will start slowly increasing to a maximum value. Okay, so അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉള്ളത് കാരണം നമ്മുടെ ഇൻഡക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഹൈ ഉള്ളത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ആ വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി അവിടെ ഉള്ളത് ഇനീഷ്യലി ഫുള്ളായിട്ട് അവിടെ ഇൻഡക്ടറിലേക്ക് അനുഭവപ്പെടും. ബട്ട് ആസ് എ കറണ്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്, ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വിൽ സ്ലോലി ഡിക്രീസ് ആൻഡ് റീച്ച് എ മിനിമം വാല്യൂ. ഡൺ. ഇവിടെ കറണ്ട് എന്നുള്ളത് മാക്സിമം ആകുമ്പം ഇൻഡക്ടർ വോൾട്ടേജ് ഉള്ളത് മിനിമം ആവുകയാണ് ചെയ്യുക. ആൻഡ് ദെൻ ഇഫ് യു കീപ് ദാറ്റ് സ്വിച്ച് ക്ലോസ്ഡ്, കറണ്ട് എന്നുള്ളത് ദാറ്റ് വിൽ കണ്ടിന്യൂ ടു ബി എ വെരി ഹൈ വാല്യൂ. ആൻഡ് ആ ഒരു സ്റ്റേജിൽ ഇൻഡക്ടർ എന്നുള്ളത് ജസ്റ്റ് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക, ഓർ ജസ്റ്റ് ലൈക്ക് എ നോർമൽ കണ്ടക്ടർ.
Done? Just like a normal conductor to DC circuit. And after some time, if I am opening that switch again, okay, and allowing the conductor to discharge, like if I am opening that switch, open ചെയ്യുന്ന ആ മൊമെൻറ്റിൽ, ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ആ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ലാർജ് ബിക്കോസ് ഓഫ് ദ ബാക്ക് EMF എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഡൺ? സോ ഞാൻ പെട്ടെന്ന് ആ സ്വിച്ച് ഓപ്പൺ ചെയ്യുകയാണ്. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് സഡൻലി കൊളാപ്സ് ആവാൻ നോക്കും ആൻഡ് മാക്സിമം ബാക്ക് EMF ആ ഒരു കോയിലിന് അക്രോസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഡൻ കൊളാപ്സ് വന്നാലും കറണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യാൻ ഇൻഡക്ടർ സമ്മതിക്കില്ല. കറണ്ട് വിൽ ഡിക്രീസ് സ്ലോലി ആൻഡ് കം ടു എ മിനിമം വാല്യൂ. So this is a basic working of an inductor when we connect that to a DC source. And again inductor in an AC circuit. So ഇവിടെ നമ്മൾ കപ്പാസിറ്റർ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുക. ഇൻഡക്ടർ ബ്ലോക്സ് AC ആൻഡ് പാസസ് DC സിഗ്നൽസ് ആണ് പറയുക. DC സിഗ്നൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിയൻ ക്യാര ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ക്യാര കുറച്ച് നേരം ഉണ്ടെങ്കിലും നോർമലി അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഇൻഡക്ടർ എന്നുള്ളത് ഒരു നോർമൽ കണ്ടക്ടർ പോലെ അല്ലെങ്കിൽ ഒരു നോർമൽ റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുക, വിച്ച് മീൻസ് ഇറ്റ് വിൽ പാസ് DC. ബട്ട് AC അങ്ങനെയല്ല. ആസ് വി ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് AC അല്ലെങ്കിൽ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് സിഗ്നൽസ് പാസിങ് ത്രൂ ദ ഇൻഡക്ടർ, ആ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് എന്നുള്ളത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പോസിഷൻ എന്നുള്ളത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഡൺ? So reactance is given by the equation XL is equal to 2 pi F into L. So അതിൽ നിന്നും ക്ലിയർ ആണ് ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് വരും. ആൻഡ് ഓഫ് കോഴ്സ് റിയാക്റ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ കറണ്ട് വിൽ ഡിക്രീസ്. ഓക്കെ, വിച്ച് ഇസ് ആസ് ഷോൺ ബൈ ദ ഗ്രാഫ്. സോ ഓൺ the x axis we have frequency and y axis we have reactance in ohms and current value. So ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ റിയാക്റ്റൻസ് ഉള്ളത് കൂടി കൂടി മാക്സിമം വാല്യൂയിലേക്ക് എത്തും. ആൻഡ് due to the same the current will decrease and come to a zero value.